എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് നിങ്ങൾ ദയവായി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ഡിവൈസുകളിലും ലിഥിയം സെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ്, ടോർച്ച്, എമർജൻസി ലൈറ്റ്, പിന്നെ പല ചെറിയ ഡിവൈസുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ലിഥിയം ബാറ്ററി ഉണ്ട്. അപ്പോൾ ലിഥിയം ബാറ്ററി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ലിഥിയം ബാറ്ററി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നല്ല ബ്രാൻഡിൻ്റെ നോക്കി തന്നെ നല്ല റേറ്റാണ്. ഒരു ബാറ്ററിക്ക് തന്നെ ഏകദേശം 300-350 രൂപ വില കാണിക്കുന്നുണ്ട്. ആ സമയത്ത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ബാറ്ററി കിട്ടണമെങ്കിൽ ഒരു മാർഗ്ഗം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പൊളിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന സെല്ല് ഇപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സർവീസ് സെൻറ്ററിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിട്ടാനില്ല. സർവീസിന് ഇപ്പോൾ മാറ്റുന്ന കസ്റ്റമർ തന്നെ കൊണ്ടുപോകുന്നതാണ് എന്നൊക്കെയാണ് അവർ നമ്മോട് പറയുന്നത്. ഇനി എന്തായാലും കാരണവശാൽ എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് ഈ ടൈപ്പ് ബാറ്ററി അന്വേഷിച്ചെടുക്കുന്ന ധാരാളം കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ നല്ല ഉപകാരമായിരിക്കും. പണ്ടൊക്കെ ലിഥിയം ബാറ്ററിയും കൊണ്ട് ഉള്ള പ്രയോജനങ്ങൾ ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പൊക്കെ നന്നാക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി ഇഷ്ടം പോലെ സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പല രീതിയിലും അറിവ് നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആ ബാറ്ററി അതിൻ്റെ ഉടമസ്ഥൻ തന്നെ കൊണ്ടുപോവാണ്. അതുകൊണ്ട് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനി ഞാനെങ്ങനെ ബാറ്ററി ഒപ്പിച്ചു എന്നുള്ള കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സെല്ല് നമുക്ക് എങ്ങനെ വിലക്കുറവിൽ മേടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ പൊളിച്ച ഒരു ലാപ്ടോപ്പിലെ സെല്ലാണിത്. നല്ല സൂപ്പർ സെല്ലാണിത്, ക്വാളിറ്റിയുള്ള സെല്ല് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പ് നിരവധി സെല്ല് ഉപയോഗിച്ചിട്ടാണ് ലാപ്ടോപ്പിൻ്റെ സെല്ല് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ എല്ലാ സെല്ലും നല്ലതായിരിക്കും, കാരണം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ബോർഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ വർക്ക് ആവാണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ എല്ലാ സെല്ലും നല്ലതായിരിക്കും. ലാപ്ടോപ്പിൻ്റെ സെല്ല് കിട്ടിയില്ല എന്ന് വെച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൈ ക്വാളിറ്റി സെല്ല് ഒരെണ്ണം 140 രൂപ, ചില സമയത്ത് അതിലും വില കുറച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ മൈക്രോമാക്സിൻ്റെ പവർ ബാങ്ക് മേടിക്കുക. ഇറങ്ങിക്കാലത്ത് ഇതിന് വില കൂടുതലായിരുന്നു, പക്ഷേ ഇപ്പോൾ വില കുറവുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ്ങും മറ്റു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് മേടിക്കാൻ ആളില്ല, അതുകൊണ്ട് വില കുറച്ച് വെക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള സെല്ലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിത് 2018 മുതൽ മേടിച്ച് ഉപയോഗിക്കുന്നതാണ്. ഇത് ഫോൺ ചാർജിങ്ങിനൊന്നും ഉപയോഗിക്കാൻ അത്ര വലിയ സെറ്റപ്പൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സെല്ല് വളരെയധികം നല്ല ക്വാളിറ്റിയുള്ള സെല്ലാണ്. നമുക്ക് വേറെ പല ആവശ്യങ്ങൾക്കും ഈ സെല്ല് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് ഇത് പറഞ്ഞ് പുതിയത് മേടിച്ചപ്പോൾ 599 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. 5 സെല്ലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും ലാഭമാണിത്. ചില സമയത്ത് ചെറിയ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്, എന്നാലും നമുക്ക് ലാഭമാണ്. കാരണം ഇതിനകത്ത് ഒരു സെല്ല് നമുക്ക് പുറത്തുനിന്ന് മേടിച്ചാൽ തന്നെ ഇതിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും നല്ല സെല്ല് മേടിക്കുമ്പോൾ. നമുക്കിവിടെ ലഭിക്കുന്നത് LGയുടെ സെല്ലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹൈ ക്വാളിറ്റിയാണ് സാധനത്തിന്. നമുക്കിതിൻ്റെ ബാറ്ററി എടുക്കാനാണ് ഈ പവർ ബാങ്ക് മേടിക്കുന്നതെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് തറയിലേക്ക് ഇടുക. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കവർ തുറന്നു കിട്ടും. പിന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ തള്ളി പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബാറ്ററി നമുക്ക് അതിനൊന്ന് പുറത്ത് അടിക്കാം. നമുക്ക് ആവശ്യത്തിന് സെല്ല് കിട്ടുകയും ചെയ്യും. ഞാൻ നിരവധി പവർ ബാങ്ക് മേടിച്ചിട്ടുണ്ട്, എല്ലാം തന്നെ തുറന്നു നോക്കി. പക്ഷേ നല്ലൊരു ക്വാളിറ്റിയുള്ള സെല്ല് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആകെ നമുക്ക് ലഭിച്ചത് ഈ മൈക്രോമാക്സിൻ്റെ പവർ ബാങ്കിൽ നിന്ന് മാത്രമാണ്. പിന്നെ ഞാൻ വേറെ പവർ ബാങ്കൊന്നും മേടിക്കാൻ പോയിട്ടില്ല, ഇങ്ങനെ സെല്ലെടുക്കാൻ വേണ്ടി. എന്തായാലും ഫാസ്റ്റ് ചാർജിങ് ഫീച്ചേഴ്സ് ഇല്ല എന്നൊരു പ്രശ്നം മാത്രമേ ഇതിനകത്തുള്ളൂ. നമുക്ക് സെല്ല് കിട്ടാനാണെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം ഇത് തന്നെയാണ്. ഇനി വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ നല്ല ഹൈ ക്വാളിറ്റി സെല്ല് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് മറ്റു കൂട്ടുകാർക്കും നല്ലൊരു ഉപകാരമായിരിക്കും. കാരണം എന്തായാലും ഇപ്പോൾ നമ്മൾ കൂടുതലും ലിഥിയം സെല്ലാണ് ഉപയോഗിച്ച് വരുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. അങ്ങനെ നല്ല ഉപകാരങ്ങൾ നമുക്ക് അവിടെയുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം ലൈക്ക് അടിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചു തരാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.